ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു ടൂർ പോയേ. ഇപ്പോഴല്ല, കുറേ മാസങ്ങളായി. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടിയത്. എവിടേക്കാണെന്നറിയണ്ടേ? വഴിയെ പറഞ്ഞു തരാം. ഞങ്ങളൊരു 5 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷെ പിള്ളേരെ എണീറ്റ് അവരെ കുളിയൊക്കെ കഴിയണ്ടേ. അപ്പോൾ 5 മണി പോയി, 5:30 ആയി, 6 മണി, 6:30 ആയി. ഞങ്ങൾ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാനും. അങ്ങനെ എന്താ എല്ലാവരും സെറ്റ് ആയിരിക്കണം. വേദും ചാരും അല്ലും ഇവരൊക്കെ റെഡി ആയിരിക്കട്ടോ. ഇതാ ഞങ്ങൾക്ക് പോവാനുള്ള വണ്ടി എത്തി ഗൈസ്. അങ്ങനെ ഇതാ ലഗേജുകളൊക്കെ എടുത്ത് വെക്കണം കേട്ടോ. 2 ദിവസത്തെ ടൂറായ കാരണം കുറച്ച് കൂടുതൽ ലഗേജുകളുണ്ട്. വേദുവിൻ്റെ കാര്യമാണ് ഇപ്പോൾ ആകെ കുഴപ്പത്തിലായിരിക്കുന്നത്. വേദുവിന് കാറ് കണ്ട അപ്പോൾ വോമിറ്റിങ് വരുന്ന ആളാണ്. എന്താ ചെയ്യേണ്ടതെന്നൊരു പിടുത്തില്ല ഗൈസ്. അവൾ എന്തായാലും ഛർദ്ദിക്കും. ഇതാ നേരം വെളുത്തു ഗൈസ്. നേരത്തെ പോകണം പറഞ്ഞ ആൾക്കാരാണ്. ഇതുവരെയായിട്ട് ഇറങ്ങിയിട്ടില്ല. എങ്ങനെ നോക്കിയിട്ടും ഡിക്കി അടയ്ക്കാൻ പറ്റുന്നില്ല. അപ്പം ഞങ്ങൾ കുറച്ച് അതിൻ്റെ ഒരു പരിശ്രമത്തിലാണ് കേട്ടോ ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ വണ്ടി എടുത്തു കേട്ടാ. ഞങ്ങൾ എങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിയണ്ടേ? വെയിറ്റ് ആൻഡ് സീ പറഞ്ഞു തരാം. കുറേ ആയിട്ട് ഞങ്ങൾ ടൂറൊക്കെ പോയിട്ട്. ശരിക്കും പറഞ്ഞാൽ പിള്ളേരൊക്കെ വലുതായിട്ട് പോകണതാണ് എപ്പോഴും നല്ലത്. ഈ ചാരു ബേബിനൊക്കെ ഇട്ട് പോകാൻ ഇച്ചിരി പാടാണ്. ചെറിയ പിള്ളേരേനൊക്കെ ഇട്ട് പോകാൻ ഇച്ചിരി പാടാണ്. എപ്പോഴും പിള്ളേർ വലുതായതിന് ശേഷം പോണതാണ് അത്യുത്തമം. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് വന്നത് കാപ്പാട് ബീച്ചിലേക്കാണ് കേട്ടോ ഗൈസ്. അവിടെ കുറച്ച് നേരം ഇരുന്നു. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്നാണ് കഴിച്ചത് കേട്ടോ. റവ ഉപ്മാവ് ഉണ്ടാക്കി. ഞാനും ചേച്ചിയും കൂട്ടിയിട്ട് റവ ഉപ്മാവ് ഉണ്ടാക്കി. അപ്പോൾ അതെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. സൂപ്പർ ഉപ്മാവാ. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയില്ല കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. പിന്നെ അതാ ഏട്ട ഇടയ്ക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞങ്ങളെ ക്യാമറമാനും ഞങ്ങളെ ഡ്രൈവറും ഞങ്ങൾ ഓവറോൾ കൺട്രോൾ ചെയ്യുന്നു ഒക്കെ ഏട്ടനാണ് കേട്ടോ. അങ്ങനെ അതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതിന് ടച്ചിങ്സ് ആയിട്ട് അച്ചാറും എടുത്തിട്ടുണ്ട്. റവ ഉപ്മാവും അച്ചാറും. ചായ ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. ചായ ഒക്കെ ഉണ്ടാക്കി പിന്നെ ആ ഒരു പാത്രം നമ്മൾ പിന്നെ കയ്യിൽ പിടിക്കണം. അപ്പോൾ ചായയുടെ പകരം ഞങ്ങൾ എന്ത് ചെയ്തു? വെള്ളം കുടിച്ചു. അങ്ങനെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അല്ലു കണ്ടില്ലേ, സൂപ്പറായിട്ടെന്നാ കാണിക്കണേ കേട്ടോ. എന്ത് ഉപ്മാവേ ഉപ്മാവ്. ഞങ്ങളിങ്ങനെ കടൽ ആസ്വദിച്ചിരിക്കുമ്പോഴാണ് ഒരാൾ സെൽഫി ആയിട്ട് വരുന്നത്. അപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല, ഞങ്ങളൊന്ന് ചിരിച്ചൊക്കെ ഒന്ന് കൊടുത്തു. എവിടേക്ക് പോകണമെന്ന് പറഞ്ഞില്ലല്ലേ? ഞങ്ങൾ പോകുന്നത് കണ്ണൂരിലേക്കാണ് ഗൈസ്. കണ്ണൂരിലേക്ക്. കണ്ണൂർ എന്തൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടോ അതൊക്കെ കവർ ചെയ്യണം പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണത്. അപ്പോൾ ഫസ്റ്റത്തെ ബീച്ച് എന്ന് പറഞ്ഞാൽ കാപ്പാട് ബീച്ചാട്ടോ. പിന്നെ എത്ര ബീച്ചിൽ ഞങ്ങൾ കയറിയെന്നറിയാം. അപ്പോൾ ഈ ഒരു സീനറി കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് കണ്ട് പിന്നെ അവിടെ നിന്ന് എടുത്ത് എന്നുവെച്ചാൽ കൂടുതൽ നേരം ഇവിടെ നിന്നാൽ നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളൊന്നും കവർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് കണ്ടിട്ട് പിന്നെ അവിടെ നിന്ന് എടുത്തു കേട്ടോ. ഞങ്ങൾ ആദ്യം വന്ന സ്ഥലം ഇവിടെയാണ് കേട്ടോ. ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ഒരു ചെറിയൊരു പാർക്കുണ്ട്. പിന്നെ ഞങ്ങൾ കൂടുതലും ഈ പറഞ്ഞ പോലെ അവിടെ നിന്നിട്ടില്ല. ഇതൊരു ഭാഗ്യത്തിന് മഴയില്ല ഗൈസ്. പക്ഷേ ഈ ഒരു വീഡിയോയുടെ എൻഡിലൊരു ട്വിസ്റ്റ് ഉണ്ട്. എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇവിടെ വന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു.
പിന്നെ ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അത് ആ ഒരു ഫ്രെയിമില്ല, ഫ്രെയിമിൻ്റെ അവിടെ പോയിട്ട് കുറച്ച് ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ വന്നത് തലശ്ശേരി കോട്ട കാണാനാണ്. അവിടെ ഞങ്ങൾ ചെന്ന അന്ന് നല്ല അത്യാവശ്യം തിരക്കുണ്ടായിരുന്നേ. പിന്നെ പാർക്കിങ്ങിനും അതുപോലെ തന്നെ എൻട്രി ഫീ ഒന്നും ഇല്ല കേട്ടോ. തലശ്ശേരി കോട്ട കാണാൻ എൻട്രി ഫീ ഒന്നുമില്ലേ. നല്ല വെയിലായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം. നല്ല വെയിൽ പറഞ്ഞാൽ ചുട്ട് പൊള്ളണ വെയിലായിരുന്നു. ഏട്ടൻ അത് അവിടെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ, കാണാനുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെ അതെല്ലാവരും വീഡിയോ എടുക്കുക തന്നെയാണ്, സകല ആൾക്കാരും വീഡിയോ എടുക്കൽ തന്നെയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അങ്ങനെ ഞങ്ങൾ കോട്ടയുടെ ഉള്ളിലേക്ക് കയറാനുള്ള പരിപാടിയാണ് കേട്ടോ. ഞാൻ പിന്നെ ക്യാമറ പിടിച്ച് നടക്കണ കാരണം ഇവരൊക്കെ ബാക്കിലാവും ഞാനിപ്പോഴും. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ നല്ല ചൂടാണെന്ന്. അപ്പോൾ ആ ചൂടൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ടതാ കുറച്ച് ഐസ്ക്രീമൊക്കെ മേടിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ കയറുന്നത് മേലേക്ക്. ഈ ഒരു പിക്ചർ കണ്ട ഒരുവിധം എല്ലാവർക്കും മനസ്സിലാവും ഇത് എവിടെയാണ്, കാരണം ഇത് അറിയപ്പെടുന്ന ഒരു പ്ലേസ് ആണ് അല്ലേ. എൻ്റെ അമ്മ ഒരു രക്ഷയില്ല ഗൈസ്. അവിടെ മേലേക്ക് കയറിയപ്പോൾ ഉണ്ടല്ലോ എന്ത് സുഖമുള്ളൊരു കാറ്ററിയാം. എപ്പോഴും അവിടെ കാറ്റാട്ടോ, ഒരു രക്ഷയില്ല. അവിടെ ഇങ്ങനെ ഇരുന്നാൽ മതി, ഇങ്ങനെ നല്ല സുഖത്തിൽ ഇങ്ങനെ നമ്മൾ ഉറങ്ങിപ്പോവും, അങ്ങനത്തെ കാറ്റാ. ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. കുറച്ചൊന്ന് കൂളായതിന് ശേഷം അങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ഐസ്ക്രീം കഴിക്കാൻ കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ കൂടുതലും പ്രണയിക്കുന്ന ആൾക്കാരാണ്, ക്ലാസ് കട്ട് ചെയ്തിട്ട് വരുന്ന ടീം, അങ്ങനത്തെ ആൾക്കാരെ ഞാൻ കൂടുതലും കണ്ടത്. പിന്നെ ഈ ഒരു പിക്ചർ ഇതെന്താന്ന് സംഗതി എനിക്കറിയില്ല, ഇതെന്തോ കലവറ എന്തോട്ടാണ്. അങ്ങനെ അതൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ മേലേക്ക് കയറുകയാണേ, കോട്ടയുടെ മേലേക്ക് ഏറ്റവും മുകളിലേക്ക്. ശരിക്കും പറഞ്ഞാൽ അവിടെ കയറുമ്പോൾ തന്നെ നമുക്കൊന്നും കാണാനില്ല, കാരണം അമ്മാതിരി വെയിലായ കാരണം കണ്ണൊക്കെ ആകെ കണ്ട് മഞ്ഞളിച്ച് പോയിരിക്കുന്നു. അപ്പം ഞങ്ങൾ അതൊക്കെ കണ്ട് എനിക്ക് അറിയണ രീതിയിൽ ഞാൻ പറഞ്ഞുതരാം ഇതെന്തിനാണ് ഈ കോട്ട നിർമ്മിച്ചത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയത്. നമ്മൾ ഈ തലശ്ശേരി കോട്ട അവർക്ക് വാണിജ്യ കേന്ദ്രമായിട്ടാണ് അവരിത് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അറബിക്കടലിൻ്റെ അടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഈ നമ്മളിവിടെ ഇങ്ങനെ ഇരുന്നാൽ ഞാൻ പറഞ്ഞില്ല, ഇരുന്നാൽ നല്ലൊരു വ്യൂ ആണ്, കടലിൻ്റെ അവിടേക്ക് നല്ല വ്യൂ ആണ്. അപ്പോൾ അവർക്ക് ഇങ്ങനെ യുദ്ധത്തിനൊക്കെ വേണ്ടിയിട്ട് അവിടെ നിന്നൊക്കെ വരുന്നുണ്ടോ എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇത്ര ഉയരത്തിലും കടലിൻ്റെ ആ ഭാഗത്തും കോട്ട നിർമ്മിച്ചത്. അങ്ങനെ അതുപോലെ തന്നെ പല സിനിമകളും ഇതിൽ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ഈ ഒരു കോട്ടയിൽ പല സിനിമകളും നമ്മളെ പഴശ്ശിരാജ പോലുള്ള സിനിമകളും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞില്ലേ ഈ പീരങ്കി യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്നതാണ്. അത് പീരങ്കിയുടെ വേറെ ഏതോ പീരങ്കി പോലത്തെ വേറെ എന്തോ ഒരു സംഗതിയാണ്, എന്താണെന്ന് കറക്റ്റായിട്ട് എനിക്കറിയില്ല. ബാക്കിയുള്ള വിശേഷങ്ങൾ പാർട്ട് 2 കാണാം. ബൈ.